The meter, three-phase energy meter ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിനെ 2 element energy meter എന്ന് പറയും. 3-phase energy meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-phase സപ്ലൈയിൽ ഉള്ള പവർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്ററാണ് 3-phase energy meter. 3-phase മീറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഷാഫ്റ്റിൽ പിടിപ്പിച്ചാണ് അതുണ്ടാക്കുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെയും റീഡിങ് ആഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 2 എലമെൻ്റ് ഉണ്ടല്ലോ, 2 എനർജി മീറ്ററിൻ്റെ 2 എലമെൻറ്റിൻ്റെയും ടോർക്ക് മെക്കാനിക്കലി ആഡ് ചെയ്യുകയാണ്. ടോട്ടൽ റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ 3-phase എനർജി കൺസംഷൻ. കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ 3-phase energy meter has 2 discs mounted on the common shaft. ഒരു കോമൺ ഷാഫ്റ്റിൽ 2 ഡിസ്കും വെച്ചേക്കുകയാണ്. 2 ഡിസ്കിനകത്തും ബ്രേക്കിംഗ് മാഗ്നറ്റും കോപ്പർ റിങ്ങും ഷേവിഡിംഗ് ബാൻഡും കോമ്പൻസേറ്ററും എല്ലാം നമ്മൾ നേരത്തെ കണ്ട സിംഗിൾ ഫേസ് എനർജി മീറ്ററിനകത്തുള്ള എല്ലാം ഉണ്ട്. പക്ഷെ 2 എണ്ണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എടുക്കുന്നത് കറക്റ്റ് റീഡിങ് കിട്ടാൻ വേണ്ടിയാണ്. The 2 elements are used for measuring 3-phase power. ഇത് നമ്മൾ വരച്ചു വെക്കണം. RYBയുടെ ഒരു കണക്ഷനാണ് 3-phase ലോഡിൽ നിന്ന് പോകുന്നത്. P1, P2, C1, C2. C1, C2 എന്ന് പറയുന്നത് കറണ്ട് കോയിലും P1, P2 എന്ന് പറയുന്നത് പ്രഷർ കോയിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്ന സാധനം. ഇത് കണ്ടില്ലേ, നേരത്തെ പഠിച്ച സാധനം തന്നെയാണ്. 3-phase ലോഡ് ഇരിക്കുന്നു. 1, 2, 3 എന്നുള്ള RYB കണക്ഷൻസ്. പിന്നെ 2 എണ്ണത്തിനകത്ത് സീരീസ് മാഗ്നറ്റ്, ഷണ്ട് മാഗ്നറ്റ്, ഇടയ്ക്ക് ഒരു അലുമിനിയം ഡിസ്ക്, നടുക്കൂടെ ഒരു സ്പിൻഡിൽ പോകുന്നുണ്ട്. ടോപ്പിൽ താഴെയും ഒരു ബിയറിങ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഷെയ്ഡിങ് ബാൻഡ് ഇരിക്കുന്ന ബ്രേക്ക് മാഗ്നറ്റ്. ഇത്രയേ ഉള്ളൂ സംഭവം, മറ്റേതുപോലെ തന്നെയാണ്. ഫോർ 3-phase മീറ്റർ ദ ഡ്രൈവിംഗ് ടോർക്ക് ഓഫ് ബോത്ത് എലമെൻറ്റ് ഈസ് ഈക്വൽ. ഡ്രൈവിംഗ് ടോർക്ക് TD ഈ 3-phase എനർജി മീറ്ററിൽ സെയിം ആണ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ അഡ്ജസ്റ്റിംഗ് ദ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്താണത് ശരിയാക്കുന്നത്. The torque is adjusted by connecting the current coil of both the element in series and their potential coil in spiral. ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് കോയിൽ സീരീസ് ആയിട്ടും പൊട്ടൻഷ്യൽ കോയിൽ പാരലായിട്ടും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫോർ മെഷറിംഗ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, പവർ ഫാക്ടർ, ഫ്രീക്വൻസി, ഇതെല്ലാം AC സിസ്റ്റത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നത്. ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് വിത്ത് പ്രൊട്ടക്റ്റീവ് റിലേസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പവർ സിസ്റ്റം. ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ദ AC സിസ്റ്റം വോൾട്ടേജ് ആൻഡ് കറണ്ട്. സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണ് AC വോൾട്ടേജും AC കറണ്ടിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഫങ്ഷനാണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിന്. Voltage and current level of power system is very high. It is very difficult and costly to design the measuring instrument for measurement of such high level voltage and current. കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കറണ്ട് ട്രാൻസ്ഫോമറിലെ പ്രൈമറിയും സെക്കൻഡറിയും ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ IP പ്രൈമറി കറണ്ട് പോകുന്നു. സെക്കൻഡറിയിൽ സെക്കൻഡറിയുടെ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ സപ്ലൈ വോൾട്ടേജ് VP ഉണ്ട്. സെക്കൻഡറിയിൽ നിന്നും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ടു മെഷർ ദ വോൾട്ടേജ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയേഴ്സ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമേഴ്സ്. ആദ്യം നമുക്ക് ഷണ്ടിൻ്റെ മൾട്ടിപ്ലയറിൻ്റെയും ഡിസഡ്വാൻറ്റേജ് നോക്കാം. It is difficult to achieve the accuracy with the shunt on AC, since the division of current between meter and shunt depends upon the ratio of reactance to the resistance of 2 paths. For proper measurements, time constants of meter and shunt should be same. Accuracy AC സിസ്റ്റത്തിൽ ഷണ്ടുമായിട്ടുള്ള ആക്യുറസി നോക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അതിനുവേണ്ടി പ്രോപ്പർ മെഷർമെൻറ്റിന് വേണ്ടിയാണ് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് മീറ്ററും ഷണ്ടും സെയിം ആക്കി വയ്ക്കും. അത് ഇങ്ങനെയുള്ള പാടുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്, ഒരു ഡിസഡ്വാൻറ്റേജ്. The method of using shunt is limited to capacities of few hundred ampere at most, since the power consumed by shunt at large current would be considerably large. The problem of insulation of instrument and shunt is quite
difficult if measurements are done at high voltage of several hundreds or thousands of volts above ground. The measuring circuit is not isolated electrically from the power circuit. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമേഴ്സ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്കിത് കാണാം. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ റീഡിംഗ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദ കോൺസ്റ്റൻറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഒരിക്കലും ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിൻ്റെ റീഡിംഗ് ഇരിക്കുന്നത്. കറണ്ട് ട്രാൻസ്ഫോമർ സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നത് 5 ആംപിയർ സെക്കൻഡറി 5 ആംപിയർ കറണ്ടിലാണ്. സെക്കൻഡറി കറണ്ടാണത്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് 100 to 120 ഡിഗ്രി വോൾട്ടേജിൽ സെക്കൻഡറി വോൾട്ടേജസിലാണ് അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വളരെ ഈസിയാണ്, ലോ കോസ്റ്റാണ്, ഇറ്റ് പ്രൊവൈഡ്സ് ഐസൊലേഷൻ. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ലോ പവർ കൺസപ്ഷനാണ്. ടൈപ്സ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെയും CT/PT നമ്മളിവിടെ പറഞ്ഞു. അറിയാം, നമുക്ക് രണ്ട് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സാണ് CT/PT. ഫസ്റ്റ് നമ്മൾ CT ആണ് പഠിക്കാൻ പോകുന്നത്. CT എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ is used for the transformation of current from a higher value into a proportionate current to a lower value. ഹയർ വാല്യൂ കറണ്ടിനെ ലോവർ വാല്യൂ കറണ്ടായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് CT ചെയ്യുന്നത്. ദ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോർ ഓഫ് ദ CT ഈസ് ബിൽഡ് വിത്ത് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ. ഈ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷനുമായിട്ടാണ് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എനർജി മീറ്ററിൻ്റെ അവിടെ. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷനാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. പ്രൈമറി വൈൻഡിങ് ക്യാരി ദ കറണ്ട് വിച്ച് ഈസ് ടു ബി മെഷേർഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ദ മെയിൻ സർക്യൂട്ട്. പ്രൈമറി വൈൻഡിങ് ആണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്, അത് മെയിൻ സർക്യൂട്ടിൽ നിന്നാണ് വരുന്നത്. സെക്കൻഡറി വൈൻഡിങ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ടു ബി മെഷേർഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ current winding of the meters or the instruments. Primary winding is a single turn winding, also called a bar primary, and carries full load current. Secondary winding of the transformer has large number of turns. This ratio of primary current and secondary current is known as current transformer ratio. So current transformer ratio is equal to primary current divided by secondary current. The current ratio of the transformer is usually high. The secondary current rating are of order 5 ampere, 1 ampere and 0.1 ampere. Current primary rating vary from 10 ampere to 3000 ampere or more. Nominal ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rated primary current divided by rated secondary current ആണ് CTക്ക്. നോമിനൽ കറണ്ടിനെ KN എന്ന് ഡിനോട്ട് ചെയ്യുന്നു. PT-യിലാണെങ്കിൽ റേറ്റഡ് പ്രൈമറി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റേറ്റഡ് സെക്കൻഡറി വോൾട്ടേജ്. ഇതാണ് നോമിനൽ റേഷ്യോ. ഈക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ പഠിക്കണം. IP-യിലൂടെ കറണ്ട് പോകുന്നു, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, റിയാക്റ്റൻസ് ഉണ്ട്, RP XP പ്രൈമറിയിലൂടെ പോകുന്നതിൻ്റെ. അതിൻ്റെ ഇടയ്ക്കിരിക്കുന്നത് RC XM. IM കറണ്ട് പോകുന്നു, I കറണ്ട് കയറുന്നു, IO ആണ് ഫസ്റ്റ് കയറുന്നത്, EP വോൾട്ടേജ്, 5M മ്യൂച്വൽ ഫ്ലക്സ്, IS സെക്കൻഡറി കറണ്ട്, RS XS RE XE. ഇത് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇതിപ്പോൾ ഞാൻ എങ്ങനെ റെക്കോർഡിൽ പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഫേസർ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫോർ ഫൈൻഡിങ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ we need to calculate the current IP as per definition and then divided into secondary current. Transformation ratio കണ്ടുപിടിക്കണമെങ്കിൽ primary current IP divided by secondary current IS. IP divided by IS ആണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഈ ഒരു ഫേസർ ഡയഗ്രാമിൽ നിന്ന് നോക്കുവാണെങ്കിൽ OC എന്ന് പറയുന്നത് ഈക്വൽ ടു OB ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ IP എന്ന് പറയുന്നത് OA പ്ലസ് OB അല്ല OA പ്ലസ് AB. OA പ്ലസ് AB. OA എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആരോ മാർക്കിൽ കിടപ്പുണ്ട്. OA എന്ന് പറയുന്നത് NIS എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. AB എന്ന് പറയുന്നിടത്ത് AB എന്ന് പറയുന്നിടത്ത്
90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം വെച്ചിട്ടാണെങ്കിൽ എ സി കോസ് 90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റ എന്നാകും. അപ്പം എ സി എന്ന് പറയുന്നത് I0 എന്ന് കിടപ്പുണ്ട്. അപ്പം NIS പ്ലസ് I0 സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ കോസ് 90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റ എന്നുള്ളതാണ് സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ എന്നായത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ IP ഡിവൈഡഡ് ബൈ IS ഇസ് ഈക്വൽ ടു ഇപ്പോൾ തന്നിരിക്കുന്ന IP ഡിവൈഡഡ് ബൈ IS എന്നാകും. ആംഗിൾ ഡെൽറ്റ സ്മോൾ ആയതുകൊണ്ട് ആ ഡെൽറ്റ അങ്ങ് കളയും. അപ്പോൾ പിന്നെ സൈൻ ആൽഫ എന്ന് മാത്രമാവും. NIS പ്ലസ് I0 സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ IS എന്നാകും. അപ്പം NIS ബൈ IS എന്നുള്ളതിന് NIS പ്ലസ് I0 ബൈ IS NIS പ്ലസ് IE ബൈ IS എന്നാകും. I0 സൈൻ ആൽഫ എന്നുള്ളത് IE എന്ന് എടുക്കും. ഇവിടെ നമുക്ക് കാണാം I0 എവിടെയാണ് കിടക്കുന്നത്, സൈൻ ആൽഫ കിടക്കുന്നത് വെച്ചിട്ട് IE എടുക്കും. IE ആയിട്ട് അതിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബൈ വിച്ച് സെക്കൻഡറി കറണ്ട് ഫേസർ when reverse differs in phase from primary current is known as phase angle of the transformer. Tan theta is equal to BC by OB. Tan theta എന്ന് പറഞ്ഞാൽ BC by OB ആണ്. ഇപ്പം നമ്മൾ ABയും OAയും വരുന്നു കണ്ടത്. ഇതിനകത്ത് BC എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. അത് പൈതഗോറസ് തിയറം വെച്ച് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. AB എന്ന് പറയുന്നത് അതും പൈതഗോറസ് തിയറം വെച്ചെടുക്കുമ്പോൾ I0 സൈൻ 90 മൈനസ് ആൽഫ മൈനസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ OA പ്ലസ് AB. OA പ്ലസ് AB ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് ടാൻ തീറ്റനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എടുത്തും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ മുകളിൽ കിടക്കുന്ന I0 കോസ് ഡെൽറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ NIS പ്ലസ് I0 സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ എന്നാകും. I0 സൈൻ ആൽഫ പ്ലസ് ഡെൽറ്റ എന്നുള്ളത് വളരെ ചെറുതാണ് NISനേക്കാളും. കാരണം I0 വളരെ ചെറുതാണ്. അതുകൊണ്ട് I0 സൈൻ ഡെൽറ്റ പ്ലസ് ആൽഫ എന്നുള്ളത് കളയും. അപ്പം I0 കോസ് ആൽഫ പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ NIS എന്നാകും. അത് കോസ് A പ്ലസ് B എന്നുള്ള ഫോർമുലയാണ്. കോസ് B മൈനസ് സൈൻ A സൈൻ B എന്നുള്ള ഫോർമുലയിൽ എഴുതും. ആ ഫേസർ ഡയഗ്രാമിൽ നിന്ന് നോക്കുവാണെങ്കിൽ IM ഇസ് ഈക്വൽ ടു I0 കോസ് ആൽഫ ആൻഡ് IE ഇസ് ഈക്വൽ ടു I0 സൈൻ ആൽഫ. അങ്ങനെ നോക്കുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു IM കോസ് ഡെൽറ്റ മൈനസ് IE സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ NIS. അങ്ങനെ ആണ് ഒരു ഫേസ് ആംഗിളിൻ്റെ കണ്ടുപിടിക്കുന്നത്. എറേഴ്സ് ഉണ്ട്. എറേഴ്സ് പറയുവാണെങ്കിൽ വാല്യൂ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇസ് നോട്ട് ഈക്വൽ ടു ദ ടേൺസ് റേഷ്യോ. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ CTയിലാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി വൈൻഡിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി വൈൻഡിങ് ആണ്. PTയിലാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി വൈൻഡിങ് ഡിവൈഡഡ് ബൈ സെക്കൻഡറി വൈൻഡിങ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതും ഈ ടേൺസ് റേഷ്യോ ഈക്വൽ ആയിരിക്കത്തില്ല. പിന്നെ വാല്യൂ ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ് ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ IM, IE, IS ആൻഡ് പവർ ഫാക്ടർ. ഇതിൽ കിട്ടുന്ന വാല്യൂ IM, IE, IS പവർ ഫാക്ടറും ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാല്യൂസ് ഒരിക്കലും അത് കോൺസ്റ്റൻ്റ് അല്ല. ലോഡ് കറണ്ട് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷൻ ഓഫ് പ്രൈമറി കറണ്ട്. ലോഡ് കറണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷൻ അല്ല പ്രൈമറി കറണ്ടിൻ്റെ. ദിസ് ഇൻട്രൊഡ്യൂസസ് എറേഴ്സ് ഇൻ കറണ്ട് മെഷർമെൻറ്റ്. അതുകൊണ്ട് കറണ്ട് മെഷർമെൻറ്റിൽ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. In power measurement, it is necessary that the phase of secondary current shall be displaced by exactly 180 degree from that of primary current, but it is not exactly 180 degree. പവർ മെഷർമെൻറ്റിൽ നെസസറി ആണ് സെക്കൻഡറി കറണ്ടിൻ്റെ ഫേസ് എക്സാക്ട്ലി 180 ഡിഗ്രി ആണെന്ന്. പക്ഷേ അതൊരിക്കലും പ്രൈമറി കറണ്ടിനേക്കാളും സെക്കൻഡറി കറണ്ട് കറക്റ്റ് 180 ഡിഗ്രി എക്സാക്ട്ലി ആവുന്നില്ല. സോ ഇതാണ് എറേഴ്സ് ഇതിനകത്ത് പറയാനുള്ളത്. റേഷ്യോ എററാണ് പിന്നെയുള്ളത്. റേഷ്യോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ആക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ബീയിങ് ഡിഫറെൻറ്റ് ഫ്രം ടേൺസ് റേഷ്യോ
ആക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ടേൺസ് റേഷ്യോ ആയിട്ട് വ്യത്യാസപ്പെടുന്നതാണ്. പെർസെൻറ്റേജ് റേഷ്യോ എറർ എന്ന് പറഞ്ഞാൽ നോമിനൽ റേഷ്യോ മൈനസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ആക്ച്വൽ റേഷ്യോ ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. നോമിനൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ KN മൈനസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ R ഡിവൈഡഡ് ബൈ R ഇൻറ്റു 100. ഫേസ് ആംഗിൾ എറർ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയത് അതിനകത്ത് തീറ്റ ഇസ് ഈക്വൽ ടു IM അത് തന്നെയാണ്. വേണമെങ്കിൽ നമുക്കതിനെ 180/π IM കോസ് ഡെൽറ്റ മൈനസ് IE സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ NIS എന്ന് എഴുതാം. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വോൾട്ടേജ് ഫ്രം എ ഹയർ വാല്യൂ ടു ലോവർ വാല്യൂ. ഹയർ വോൾട്ടേജിനെ ലോവർ വോൾട്ടേജ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. To step down the voltage to a safe limit value which can be easily measured by ordinary low voltage instrument like voltmeter, wattmeter, whatever meter. കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്നത് ഹൈ ക്വാളിറ്റി കോർ ഓപ്പറേറ്റിംഗ് അറ്റ് ലോ ഫ്ലക്സ് ഡെൻസിറ്റി സോ ദാറ്റ് മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് സ്മോൾ. ദ പ്രൈമറി വൈൻഡിങ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ്. മറ്റേതിനകത്ത് സെക്കൻഡറിക്കകത്തായിരുന്നു ലാർജ് നമ്പർ ഓഫ് ടേൺസ്. ഇതിനകത്ത് സെക്കൻഡറി വൈൻഡിങ്ങിൽ സ്മോൾ നമ്പർ ഓഫ് ടേൺസേ ഉള്ളൂ. PT is connected in parallel with the circuit. The primary winding of the potential transformer are directly connected to the power circuit whose voltage to be measured. The secondary terminal of the PT are connected to the measuring instrument like voltmeter, wattmeter, etc. VP by VS is equal to NP by NS. അതാണ് ഇതിൻ്റെ VP by VS എന്ന് പറഞ്ഞാൽ primary voltage divided by secondary voltage is equal to number of turns in primary divided by number of turns in secondary. E എന്ന് പറഞ്ഞാൽ N d∅/dt. E1 proportional to N1, E2 proportional to N2. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ VP/VS ആണ്. നോമിനൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ റേറ്റഡ് പ്രൈമറി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റേറ്റഡ് സെക്കൻഡറി വോൾട്ടേജ് ആണ്. അപ്പോൾ VP എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ EP + IPRP + JIPXP എന്നാക്കും. RP എന്ന് പറഞ്ഞാൽ ഈക്വലൻ റെസിസ്റ്റൻസ് ഓഫ് പ്രൈമറി, XP എന്ന് പറഞ്ഞാൽ ഈക്വലൻ റിയാക്റ്റൻസ് ഓഫ് പ്രൈമറി. ആക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറഞ്ഞാൽ VP/VS is equal to N + NIS RS cos delta + XS sin delta + IS RP + IM XP divided by VS. RS XS എന്ന് പറഞ്ഞാൽ ഈക്വലൻ റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി, ഈക്വലൻ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി. പെർസെൻറ്റേജ് റേഷ്യോ എറർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നോമിനൽ റേഷ്യോ മൈനസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇൻറ്റു 100. ഇതിൽ ഫേസ് ആംഗിൾ എറർ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു IS/VS ഇൻറ്റു XS കോസ് ഡെൽറ്റ മൈനസ് RS സൈൻ ഡെൽറ്റ പ്ലസ് IE XP മൈനസ് IM RP ബൈ NVS റേഡിയൻസ്. CT PTക്ക് ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് പറയുകയാണെങ്കിൽ പ്രൈമറി വൈൻഡിങ് current in CT is independent of secondary winding in circuit condition. CTയിലാണെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഇൻഡിപെൻഡൻ്റ് ആണ്. PTയിൽ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഡിപ്പെൻഡൻ്റ് ആണ്. സെക്കൻഡറി സർക്യൂട്ട് ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കണക്റ്റഡ് ടു സെക്കൻഡറി സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലോഡാണ് ബർഡൻ. പ്രൈമറി വൈൻഡിങ് കറണ്ട് ആൻഡ് എക്സൈറ്റേഷൻ ഓഫ് CT വേരി ഓവർ വൈഡ് ലിമിറ്റ് ഇൻ നോർമൽ ഓപ്പറേഷൻ. നോർമൽ ഓപ്പറേഷനിൽ പ്രൈമറി വൈൻഡിങ് കറണ്ട് ആൻഡ് എക്സൈറ്റേഷൻ ഓഫ് CT വേരി ഓവർ വൈഡ് ലിമിറ്റ്സ്. PTയിലാണെങ്കിൽ നോർമൽ ഓപ്പറേഷനിൽ ലൈൻ വോൾട്ടേജ് VL ഈസ് നിയർലി കോൺസ്റ്റൻറ്റ് ആൻഡ് ദെയർഫോർ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് എക്സൈറ്റിംഗ് കറണ്ട് ഓഫ് എ PT വേരീസ് ഓൺലി ഓവർ എ റെസ്ട്രിക്റ്റഡ് റേഞ്ച്. ഒരു മിനിമം റേഞ്ച് മാത്രമേ ഉള്ളൂ PT പോകുമ്പോൾ. വൈഡ് റേഞ്ച് ഓഫ് ഏരിയയിൽ എക്സൈറ്റ് ചെയ്യും CTയിലാണെങ്കിൽ അത് സീരീസ് കണക്ഷനാണ്. Series with one line and small voltage exists across its terminal. However, CT carries a full line current. CT full line current എടുക്കുന്നു. In PT, full line voltage is impressed upon its terminal. Full line voltage ആണ് PT എടുക്കുന്നത്.